എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് കുക്കറിൽ ഒരു മട്ടൻ ബിരിയാണി തയ്യാറാക്കിയാലോ? വാ നോക്കാം. അപ്പോൾ ഞാൻ 500 ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിയും കുരുമുളകും കൂടി മിക്സാക്കി പൊടിച്ചൊരു പൊടിയാണിത്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ മട്ടനിലേക്ക് തേച്ച് പിടിപ്പിച്ച്, ഇത് വളരെ സോഫ്റ്റ് മട്ടനാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അപ്പം ഒരു വിസിൽ മതിയാവും. അപ്പോൾ ഞാൻ ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 6 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പം വെന്ത് വന്ന മട്ടൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഒരു 2 സവാള കണക്കിന് ഉള്ളി അരിഞ്ഞത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള സവാള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ആ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇട്ട് കുറച്ച് ഒരു നുള്ളു സോൾട്ടും കൂടി ഈ ടൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വഴറ്റി കിട്ടും. അപ്പം അതിനുശേഷം നമുക്ക് ആ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് ഉണിയാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരിക്കാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്കെന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം, ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല, പിന്നെ തക്കാളി, അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിനുശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച മട്ടനും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം, റെഡ് ചില്ലി പൗഡറും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഒണിയനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി ഈ സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള അരിയും കൂടി വേവാൻ ആവശ്യമായിട്ടുള്ള സെപ്പറേറ്റ് തിളപ്പിച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരിക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക്, കാരണം ഈ സമയത്ത് ഉപ്പ് നമ്മളിനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ബിരിയാണി തയ്യാറായിട്ട് തുറക്കുന്നുള്ളൂ. അപ്പം കുറച്ച് സോൾട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന പോലെ ഒരു ഇച്ചിരി കൂടുതലുള്ള പോലെ വെക്കുക. അത് അരിക്ക് നന്നായിട്ട് പിടിച്ചോളും. എന്നിട്ട് നമുക്ക് അതിലേക്ക് അരി ഇട്ടിട്ട് ഞാൻ അധികം എല്ലാം കൂടി മിക്സ് ആക്കുന്നില്ല കേട്ടോ. മട്ടനൊക്കെ കുക്കറിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ മുകളിൽ അരിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിന് അടച്ചു വെക്കാം. ഒരു വിസിൽ വന്ന് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് റൈസാണ് വരിക. അപ്പോൾ നല്ലൊരു മട്ടൻ ബിരിയാണി ആയിരുന്നു. കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സാലഡും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ സംഭവം റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ സിമ്പിളാണ്. നമുക്ക് ഒരുപാട് മസാലയോ ഉള്ളി വഴറ്റിലോ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടി ഒരു കുക്കറിലൊരു വിസിൽ റെഡിയാണ്. അപ്പോൾ ഓക്കെ.